രാജശ്രീ ആദീസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ തോരനാണ്. വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കൂ. ചിക്കൻ തോരൻ തയ്യാറാക്കാനായി 2 കിലോ മുട്ടക്കോഴി ഇറച്ചിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളകും ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വയ്ക്കാം. 3 വിസിൽ കേൾക്കുമ്പോൾ ആവശ്യത്തിനുള്ള വേവായി കിട്ടും. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. അതിനാവശ്യമായ ചിക്കൻ തോരൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ലേശം പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. 5 ഗ്രാമ്പുമാണ് ഇട്ട് കൊടുത്തത്. 2 തുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 വലിയ കഷ്ണം ഇഞ്ചിയും കൊത്തിയരിഞ്ഞതും എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ നിറമായി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ബ്രൗൺ നിറമായിട്ടുണ്ട്. 250 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞതും 1 സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളക് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ബ്രൗൺ നിറമായി വരണം. അതുവരെ വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഉള്ളി ബ്രൗൺ നിറമായി വരണം. ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചിക്കൻ തോരൻ ആവശ്യമായ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടിയും ചേർത്ത് വറുത്തെടുക്കാം. അല്പം നിറം മാറുന്നത് വരെ വറുത്ത് കൊടുക്കാം. ഇത് പിരിയൻ മുളക് പൊടിയല്ല, സാധാരണ മുളക് പൊടിയാണ്. ആവശ്യത്തിനായിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ നിറയെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ചൂടിൽ ഒന്ന് ഇത് രണ്ടും ചൂടായി കിട്ടും. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ തോരൻ ആവശ്യമായ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. സാമാന്യം വലിപ്പമുള്ളൊരു തേങ്ങയാണ്. അതിലേക്ക് ഈ വറുത്ത പൊടിയുടെ പകുതി ഭാഗം ഒന്ന് ചേർത്ത് മിക്സാക്കി വയ്ക്കാം. നന്നായിട്ട് കൈകൊണ്ടൊന്ന് വിരവി കൊടുക്കണം. കുറച്ച് അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് വിരവി വയ്ക്കാം. ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ബാക്കി വന്ന പൊടി, വറുത്ത പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മസാലയാണ്. പെരുംജീരകവും സാജീരകവും കൂടി പൊടിച്ച പൊടിയാണിത്. 1 സ്പൂൺ നിറയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനിൽ കുറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് വെള്ളവും ചിക്കനുമായിട്ട് നമുക്ക് വഴറ്റിയ കൂട്ടിലേക്ക് ഇടാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചിക്കനിൽ നിന്നും നേരത്തെ മാറ്റി വെച്ച കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ലേശം കൂടെ വേവാകാനുണ്ട്. അല്പസമയം കൂടെ അടച്ചു വയ്ക്കാം. തുറന്ന് നോക്കാം. ചിക്കൻ നല്ല സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ പൊടികൾ ചേർത്ത് വിരവി വെച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ചിരകിയെടുത്താൽ മതി. 10 മിനിറ്റെങ്കിലും ഇങ്ങനെ പൊടികൾ ചേർത്ത് ഒന്ന് വിരവി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ തോരന്. ഇതിൻ്റെ പുറത്തായി കുറച്ച് കറിവേപ്പില തൂവി കൊടുക്കാം. ഈ തേങ്ങയുടെ മീതെ ഈ കറിവേപ്പില ഇങ്ങനെ ഇട്ട് വെച്ച് ഒന്ന് വെന്ത് വരുമ്പോൾ നല്ല മണമായിരിക്കും. അടച്ചു വയ്ക്കാം. ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയെല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കാം. ഉപ്പെല്ലാം കറക്റ്റാണ്. കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വയ്ക്കാം. ഫ്ലെയിം ഓഫാക്കാം. ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ തോരൻ്റെ മുകളിലായി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് ഈ ചിക്കൻ തോരന്. കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.